ഇന്ന് തുടങ്ങാൻ പോകുന്ന ടോപ്പിക് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിലെ സാലറിയുടെ കമ്പ്യൂട്ടേഷൻ മിസ് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കാണിച്ചിരുന്നു അല്ലെ. അതില് സാലറി ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് മിസ് എഴുതിയേക്കുന്നത് ബേസിക് സാലറി, അലവൻസസ്, പെർക്വിസിറ്റ്. ഇത് കഴിഞ്ഞ് നാലാമത്തെ റൈറ്റ് ആയിട്ട് എഴുതിയിരുന്നു പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ എന്താ, സാലറിക്ക് പകരം പ്രോഫിറ്റിന്റെ ഒരു വിഹിതം കൂടെ എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ് പ്രോഫിറ്റിന്റെ ഒരു സാലറി. അപ്പൊ അതിൽ വരുന്ന ഒരു ഐറ്റമാണ് പ്രൊവിഡന്റ് ഫണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? പ്രൊവിഡന്റ് ഫണ്ട് കിട്ടുന്ന നിങ്ങളുടെ പാരന്റ്സിനൊക്കെ പ്രൊവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷനും ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ എന്താണ് പ്രൊവിഡന്റ് ഫണ്ട്, എന്തിനാണ് പ്രൊവിഡന്റ് ഫണ്ട്? സോ in order to encourage the savings for the social security of the employees, the government has introduced many types of provident fund. നമ്മുടെ എംപ്ലോയീസിന് ഇടയിൽ സേവിംഗ് ഹാബിറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്. ഇനി അതിലേക്ക് certain percentage of employee salary is contributed towards provident fund. നമ്മുടെ എംപ്ലോയി അദ്ദേഹത്തിന്റെ സാലറിയുടെ certain percentage provident ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. And a certain percentage is also contributed by the employer also. ആരും കോൺട്രിബ്യൂട്ട് ചെയ്യും? ആ പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഒരു ഭാഗം എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇറ്റ് മേ ബി സെയിം ഓർ ഡിഫറെന്റ്. ചിലപ്പോ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യണ സെയിം എമൗണ്ട് തന്നെയായിരിക്കും എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യണേ, ചിലപ്പോ സംതിങ് ഡിഫറെന്റ്. ഇനി the whole provident fund amount along with the interest is charged to employees account. ആ മൊത്തം പ്രൊവിഡന്റ് ഫണ്ടും ആനുവലി അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റും കൂടെ എംപ്ലോയിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി അത് എംപ്ലോയിക്ക് എപ്പോഴാണ് തിരിച്ചു കൊടുക്കുക? എയ്തർ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓർ അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ഓഫ് ദി എംപ്ലോയി. ഓക്കെ, ഇനി നമുക്കത് എന്താന്ന് നോക്കാം. In order to encourage the savings habits or social security of the employees, government introduced many types of provident fund. Employer and employee contribute some percentage to provident fund account. It may or may not be same. ചിലപ്പോ നമുക്ക് സെയിം എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് പെർസെന്റേജ് ആയിരിക്കും. The whole amount may be paid either at the time of retirement or at the time of death of the employee. മൊത്തം എമൗണ്ട് റിട്ടയർമെന്റിന്റെ സമയത്തോ ഡെത്തിന്റെ സമയത്തോ ആയിരിക്കും എംപ്ലോയിക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇനി മേജർ ടൈപ്സ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്. നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് മെനി ടൈപ്സ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും 4 ടൈപ്പ് പ്രൊവിഡന്റ് ഫണ്ട് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണേ. ഫസ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് അഥവാ SPF, കോമൺലി നോൺ ആസ് SPF. സെക്കൻഡ് വൺ ഈസ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഓർ RPF എന്നാണ് അറിയപ്പെടുന്നത്. തേർഡ് വൺ ഈസ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ URPF. And the last one is public provident fund അഥവാ PPF. ഇനി ഇതിൽ ഓരോന്നും നമുക്ക് ഇൻഡിവിജ്വലി പഠിക്കാനുണ്ട്. ഓരോന്നും 2 മാർക്കിനോ മൊത്തത്തില് യൂണിവേഴ്സിറ്റിക്ക് 4 മാർക്കിനോ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് ഏതൊക്കെയാ? 4 സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് അഥവാ SPF, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ RPF, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ URPF ആൻഡ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF. നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് ആണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് അഥവാ SPF. SPFന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ഓഫ് 1925. ദാറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഈസ് ദ ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്. ഇതുവരെയുള്ളതില് ഏറ്റവും പഴയതായിട്ടുള്ള, അതായത് ഫസ്റ്റ് വന്നത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ഓഫ് 1925. 1925 പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് മുഖേനയാണ് ഈ പ്രൊവിഡന്റ് ഫണ്ട് നിലവിൽ വന്നേക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്യൂർലി മെന്റ് ഫോർ ഗവൺമെന്റ് ആൻഡ് സെമി ഗവൺമെന്റ് എംപ്ലോയീസ്. ആർക്കുള്ളതാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്? ഗവൺമെന്റ് ആൻഡ് സെമി ഗവൺമെന്റ് എംപ്ലോയീസിന് വേണ്ടിയുള്ളതാണ്. അതില് RBI, then യൂണിവേഴ്സിറ്റീസ് എക്സെട്ര. It is purely meant for government and semi-government undertaking. Semi-government എന്ന് പറഞ്ഞാൽ RBI, Reserve Bank of India, universities, etc.
അപ്പൊ എല്ലാ ഗവൺമെന്റ് എംപ്ലോയീസും മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊവിഡന്റ് ഫണ്ട് ഏതാണ്? നമുക്കിനി പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രൊവിഡന്റ് ഫണ്ടിന്റെ പേര് തന്നൊന്നും വരില്ല. നമുക്ക് പറയും മിസ്റ്റർ എക്സ് ഈസ് എ പഞ്ചാബ് ഗവൺമെന്റ് എംപ്ലോയി, കോൺട്രിബ്യൂട്ട് 10% ടു പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുള്ളൂ. അപ്പൊ ഗവൺമെന്റ് എംപ്ലോയി എന്ന് കാണുമ്പോൾ തന്നെ ഏത് പ്രൊവിഡന്റ് ഫണ്ട് ആയിരിക്കും? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ഓഫ് 1925, ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്. ഇറ്റ് ഈസ് പ്യൂർലി മെന്റ് ഫോർ ഗവൺമെന്റ് ആൻഡ് സെമി ഗവൺമെന്റ് undertakings like Reserve Bank of India, universities, etc. Okay. Second one is, ഏതായിരുന്നു സെക്കൻഡ് വൺ മിസ് ചെയ്തേക്കുന്നത്? Recognized Provident Fund, commonly known as RPF. Recognized Provident Fund അഥവാ RPF. ഈ Recognized Provident Fund എന്ന് പറയുന്നത് established under the Provident Fund Act of ഇതിനു ശേഷം 1952. 1952ലാണ് Recognized Provident Fund നിലവിൽ വന്നേക്കുന്നത്. റെക്കഗ്നൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യണേ? അംഗീകരിക്കുക അല്ലെ? സോ പേര് പോലെ തന്നെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് മീൻസ് ദ പ്രൊവിഡന്റ് ഫണ്ട് വിച്ച് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, ബൈ ദ കമ്മീഷണർ ഓഫ് IT. ഇവിടുത്തെ IT ഇൻഫർമേഷൻ ടെക്നോളജി അല്ല. മിസ്സിന്റെ ക്ലാസ്സിൽ ഫുൾ ടൈം IT പറഞ്ഞാൽ എന്താണ്? ഇൻകം ടാക്സ്. ഓക്കെ. So it is the provident fund which is recognized by the commissioner of income tax. ഇനി ഇതാരാ മെയിൻറ്റെയിൻ ചെയ്യണേ? പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് ഗവൺമെന്റുകാരും സ്റ്റാറ്റ്യൂട്ടറി പറഞ്ഞു. അപ്പൊ പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്, ബിസിനസ് ഫേംസ്, പിന്നെ ബാങ്ക്സ് എക്സെട്ര. എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളും, ബാങ്കുകള്, പിന്നെ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്സ്, ബിസിനസ് ഹൗസസ് എക്സെട്ര മെയിൻറ്റെയിൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ RPF. ഇപ്പൊ പ്രധാനമായിട്ട് നമ്മൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്താന്ന് വെച്ചാൽ എന്തൊക്കെ എഴുതണം? ഇറ്റ് ഈസ് ദ പ്രൊവിഡന്റ് ഫണ്ട് വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ഓഫ് 1952. Then it is recognized by the Commissioner of Income Tax. Private industries, business houses, banks, etc. use this type of provident fund. Okay. നമ്മുടെ തേർഡ് ടൈപ്പ് പ്രൊവിഡന്റ് ഫണ്ട് ആണ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ URPF. ഇപ്പൊ മിസ് തൊട്ട് മുന്നേ പറഞ്ഞു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്താന്ന് പറഞ്ഞേ? ഇറ്റ് ഈസ് ദ പ്രൊവിഡന്റ് ഫണ്ട് വിച്ച് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. അപ്പൊ ഇൻകം ടാക്സ് കമ്മീഷണർ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഓരോ കമ്പനികളും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഷെഡ്യൂൾസ്, അതിന്റെ ഫോംസ് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ കമ്മീഷണർ ആ കമ്പനിക്ക് എന്ത് കൊടുക്കും? റെക്കഗ്നിഷൻ കൊടുക്കും. ഇനി അതിൽ ഏതെങ്കിലും ആ ഷെഡ്യൂളിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങള് സാറ്റിസ്ഫൈ ചെയ്യാതെ വന്നാൽ നമ്മൾ പ്രൊവിഡന്റ് ഫണ്ടിന് റെക്കഗ്നിഷൻ കൊടുക്കില്ല. അപ്പൊ അങ്ങനെ കൊടുക്കാതെ ഇതുവരെ റെക്കഗ്നിഷൻ കിട്ടാത്ത പ്രൊവിഡന്റ് ഫണ്ടിനെ വിളിക്കുന്നതാണ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ റെക്കഗ്നൈസ്ഡ് URPF. അപ്പോ നോട്ട് യെറ്റ് റെക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് വിച്ച് ഈസ് നോട്ട് യെറ്റ് റെക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മീഷണർ. അപ്പൊ എപ്പോഴാണോ നമ്മൾ ആ സെറ്റ് ഇത് ഓക്കെ ആവണത് അപ്പോ അതിന് അംഗീകാരം കൊടുക്കും. ഇനി ആരാണ് ഉപയോഗിക്കണേ? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആരാ ഉപയോഗിക്കണേ? പ്രൈവറ്റ് ഇൻഡസ്ട്രി ആൻഡ് ബിസിനസ് ഫേംസ്. അപ്പൊ അത് തന്നെയാണ് നമുക്കിവിടെ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലും ആ പ്രൈവറ്റ് ഫേംസ് തന്നെ അവർ തന്നെ ഉപയോഗിക്കുന്നതാണ് ഇത് രണ്ടും. പക്ഷെ കമ്മീഷണർ അംഗീകാരം കൊടുത്താൽ RPF-ഉം, അംഗീകാരം കൊടുത്തില്ലെങ്കിൽ URPF-ഉം. ക്ലിയർ ആയോ? ഇനി നാലാമത്തെ നമുക്കൊക്കെ തുടങ്ങാം. എന്താ പേര്? എന്താ നാലാമത്തെ പേര്? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെന്റ് ഫോർ പബ്ലിക്. ആർക്കുള്ളതാണ്? പബ്ലിക്കിന്. ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് ജോലിയുള്ളവർക്ക് SPF ഉണ്ട്, പ്രൈവറ്റ് ജോലിയുള്ളവർക്ക് RPF-ഓ URPF-ഓ ഉണ്ട്. ഇനി സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇതിൽ ഏത് പ്രൊവിഡന്റ് ഫണ്ടാണ് ഉണ്ടോ? ഡോക്ടർ, ലോയർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്,
അങ്ങനെയുള്ള എന്തോ ആയിക്കോട്ടെ, ഒരു ജനറൽ പബ്ലിക്കിന് ഇതിൽ ഈ 3 പറ്റില്ല അല്ലെ. സോ അവർക്ക് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊവിഡന്റ് ഫണ്ടാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മെയിൻലി മെന്റ് ഫോർ ആർക്കാണ്? സെൽഫ് എംപ്ലോയിഡ് പീപ്പിൾ. അതിന് ആരാണെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നില്ല. ഡോക്ടേഴ്സ് ഉണ്ടാവും, ലോയേഴ്സ് ഉണ്ടാവും, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ടാവും. ഇതൊന്നും അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിനുണ്ടാവും. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ പ്രൊവിഡന്റ് ഫണ്ട് സ്കീം ഓഫ് 1968. ഒരു ന്യൂ പ്രൊവിഡന്റ് ഫണ്ട് സ്കീം പ്രകാരമാണ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. 1925 SPF വന്നു. 1952 തന്നെയാണ് RPF ഉം URPF ഉം. ലേറ്റസ്റ്റ് ആയിട്ട് അതും കഴിഞ്ഞ് ന്യൂ പ്രൊവിഡന്റ് ഫണ്ട് സ്കീം പ്രകാരമാണ് ജനറൽ പബ്ലിക്കിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുത്തേക്കണേ? ജനറൽ പബ്ലിക്കിന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്തേക്കണേ. ഇനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ബാക്കി എല്ലാവർക്കും അവരുടെ സാലറിയുടെ ഒരു പോർഷൻ എവിടേക്ക് കൊടുത്താൽ മതി? എംപ്ലോയിയും എംപ്ലോയറും കട്ട് ചെയ്ത്, അല്ലെങ്കിൽ എംപ്ലോയിയുടെ സാലറിന്ന് കട്ട് ചെയ്താൽ മതി. ഈ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാം? എത്ര എമൗണ്ട് നമുക്ക് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കൊടുക്കാം? അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ശ്രദ്ധിച്ചിരിക്കണം ഇനി പറയുന്ന കാര്യങ്ങള്. എനി വൺ ക്യാൻ ഓപ്പൺ എ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഇൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർ എനി ഓഫ് ഇറ്റ് സബ്സിഡിയറി. എവിടെയാ നമ്മൾ തുടങ്ങുക? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഓപ്പൺ ചെയ്യുന്നത് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഏതെങ്കിലും സബ്സിഡിയറി ബാങ്കിലോ നമുക്ക് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഓപ്പൺ ചെയ്യാം. ഇനി ഓപ്പൺ ചെയ്താലോ 1 month 1 ഡെപ്പോസിറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു മാസത്തില് ഒരു ഡെപ്പോസിറ്റ് പറ്റുള്ളൂ. ഡെപ്പോസിറ്റ് മസ്റ്റ് ബി ഇൻ ദ മൾട്ടിപ്പിൾസ് ഓഫ് ₹50. ഡെപ്പോസിറ്റ് മസ്റ്റ് ബി ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 50 എന്ന് പറഞ്ഞാൽ എന്താ? 50 രൂപ, 100 രൂപ, 150, 200 അങ്ങനെ 50ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ ഡെപ്പോസിറ്റ് അനുവദിക്കുള്ളൂ. ഒരു മാസം ഒരു ഡെപ്പോസിറ്റേ പറ്റുള്ളൂ. അങ്ങനെ മിനിമം ഒരു വർഷത്തിൽ പെർ ഇയർ മിനിമം അക്കൗണ്ടിലെ ബാലൻസ് എത്ര വേണം? 500 വേണം. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ മിനിമം 500, മാക്സിമം 1,50,000 ഉണ്ടായിരിക്കണം. അത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിന്റെ റൂളാണ്. സെൽഫ് എംപ്ലോയിഡ് പീപ്പിളിനാണ്. 1968 വന്നതാണ്. ഏത് വ്യക്തിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ അതിന്റെ ഏതെങ്കിലും സബ്സിഡിയറി ബാങ്കിലോ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഓപ്പൺ ചെയ്യാം. 1 month 1 ഡെപ്പോസിറ്റേ പറ്റുള്ളൂ. The deposit must be in the multiples of ₹50. Thus, in an year, minimum 500 and maximum 1,50,000 must be in the deposit. അത്രയും ഉണ്ടായിരിക്കണം. ഇനി അതോടനുബന്ധിച്ച് ഒരു പോയിന്റ് കൊണ്ട് പറയാനുള്ളത് വിഡ്രോവൽ. ആ ഫുൾ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഓൺലി ആഫ്റ്റർ 15 years. ആ അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന ബാലൻസ്, ഇൻട്രസ്റ്റ് അടക്കം വരുന്ന ബാലൻസ് 15 വർഷത്തിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വിഡ്രോ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കപ്പോ മണി അർജന്റ് ആയിട്ട് വേണമെങ്കിലോ, ഒരു എമർജൻസി വന്ന ഇഫ് ഹി നീഡ്സ് മണി അർജന്റ്ലി ഹി ക്യാൻ ടേക്ക് എ ലോൺ. എന്തെടുക്കാം? നമ്മള് ഫിക്സഡ് ഡെപ്പോസിറ്റും എടുക്കുന്ന അതേപോലെ തന്നെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും എന്തെടുക്കാം? ലോൺ എടുക്കാം. ഇനി ഇഫ് ദ എംപ്ലോയി ഡൈസ് ബിഫോർ മെച്യൂരിറ്റി, ആ 15 വർഷത്തിന് മുൻപ് എംപ്ലോയി മരിച്ചു പോയി കഴിഞ്ഞാലും ആ എമൗണ്ട് അതുവരെ എത്ര അക്യുമുലേറ്റഡ് ബാലൻസ് ഉണ്ടോ ദാറ്റ് എമൗണ്ട് വിൽ ബി ഗിവൺ ടു ദി നോമിനി. ദാറ്റ് മീൻസ് ലീഗൽ ഹെയർസ് ഓഫ് ദ ഡിസീസ്ഡ് എംപ്ലോയി. ആ മരിച്ചുപോയ വ്യക്തിയുടെ ലീഗൽ ഹെയർസിന് ആ എമൗണ്ട്, ഫുൾ എമൗണ്ട്, അതുവരെ അടച്ച ഫുൾ എമൗണ്ട് ഇൻട്രസ്റ്റ് അടക്കം കിട്ടും. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്. ഇതില് ആദ്യത്തെ ഓൾഡസ്റ്റ് ടൈപ്പ് എന്താ പറഞ്ഞേ? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് 1925, recognized provident fund 1952, unrecognized also in 1952, public provident fund 1968. ടാക്സബിലിറ്റി ഓഫ് ഇതാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. ടാക്സബിലിറ്റി ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഓരോ പ്രൊവിഡന്റ് ഫണ്ട് എന്ന തിയറി കണ്ടു അല്ലെ? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് എന്താ, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്താ, റെക്കഗ്നൈസ്ഡ് എന്താ, അൺറെക്കഗ്നൈസ്ഡ് എന്താ. ഇനി നമ്മളുടെ ഭാഗം എന്താണ്? ഞാൻ പറഞ്ഞു ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ
പ്രോബ്ലം തിയറിയും റിലേറ്റഡ് ആണ്, കമ്പൈൻഡ് ആണ്. നമുക്ക് പ്രത്യേക ഡെബിറ്റ് ക്രെഡിറ്റ് പോലുള്ള ഫോർമാറ്റ് അല്ല. മിസ് എന്താണോ തിയറിയിൽ പറയണേ അത് എമൗണ്ട് ഇട്ട പ്രോബ്ലം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. ടാക്സബിലിറ്റി ആണ് പഠിപ്പിക്കാൻ പോണേ. ടാക്സബിലിറ്റി പഠിക്കുമ്പോൾ 3 ഐറ്റം ആണ് ഇവിടെ ടാക്സ് വരാനായിട്ട് എലിജിബിലിറ്റി ഉള്ളത്. ഒന്ന് എംപ്ലോയി കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാനാണ് എംപ്ലോയി എങ്കിൽ എല്ലാ മാസവും എന്റെ സാലറിന്ന് ഒരു പെർസെന്റേജ് ഞാൻ എവിടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും? പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ആ ചെയ്യുന്നതിന് എന്താണ് ടാക്സബിൾ ആണോ അല്ലയോ അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ദ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ. ഞാൻ പറഞ്ഞു എ സർട്ടൻ പെർസെന്റേജ് ഈസ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ബൈ ദി എംപ്ലോയർ. ആരും കോൺട്രിബ്യൂട്ട് ചെയ്യും? എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ടാക്സബിലിറ്റി എങ്ങനെയാണ്? ഇനി മൂന്നാമത്തെ ഇൻട്രസ്റ്റ് ഓൺ അക്യുമുലേറ്റഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ വർഷവും ഇപ്പൊ എന്റെ എംപ്ലോയി അക്കൗണ്ടിലേക്കാണ് പ്രൊവിഡന്റ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഈ വർഷം അവസാനം എത്ര രൂപ അതിൽ ബാക്കിയുണ്ടോ അതിന്റെ ഇൻട്രസ്റ്റും കൂടി ചാർജ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ ആ എമൗണ്ട് ഇടുന്നത്. അപ്പൊ ആ ഇൻട്രസ്റ്റ്, ആ മൊത്തത്തിൽ വരുന്ന ബാലൻസിനെ വിളിക്കുന്നതാണ് അക്യുമുലേറ്റഡ് ബാലൻസ്. അതുമേ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്. ഈ 3 ഐറ്റം ആണ് നമുക്ക് ഡിഡക്ഷൻ അല്ലെങ്കിൽ ടാക്സബിലിറ്റി വരാനായിട്ട് ഉള്ളത്. അപ്പൊ അതിന്റെ കണ്ടീഷൻസ് എന്താ നോക്കാം. ഒന്നാമത്തെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ എംപ്ലോയി കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്റെ തന്നെ സാലറിന്ന് കട്ട് ചെയ്തിട്ടാണ് പിടിക്കുന്നത്. അപ്പൊ മിസ് തുടക്കത്തില് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞു, എംപ്ലോയർ എത്രയെങ്കിലും എമൗണ്ടുകൾ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് തരണമെങ്കിൽ അതും കൂടി കൂട്ടി ഗ്രോസ് എമൗണ്ട് ആണ് നമ്മൾ ടാക്സബിൾ ആക്കേണ്ടത്. അപ്പൊ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഓട്ടോമാറ്റിക്കലി അത് എന്താവും? ടാക്സബിൾ ആവും അല്ലെ? അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് വേറെ ടാക്സബിൾ ആക്കണ്ട. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആണ് മിസ് ആദ്യം പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എലിജിബിൾ ഫോർ ഡിഡക്ഷൻ. എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. നിങ്ങൾക്ക് ഇപ്പൊ അറിയില്ല എന്താ 80C എന്നൊന്നും. അത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മിസ് പറഞ്ഞിരുന്നു. ഒരു വ്യക്തിക്ക് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറെ ഡിഡക്ഷൻസ് കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ട്. അതിൽ ഒന്നാമത്തെ മെയിൻ ഡിഡക്ഷൻ ആണ് 80C എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ LIC പ്രീമിയം അടയ്ക്കുന്നതിന് എനിക്ക് 80C കിട്ടും. കുട്ടികളുടെ ട്യൂഷൻ ഫീ അടയ്ക്കുന്നതിന് 80C കിട്ടും. അങ്ങനെ 80Cയുടെ ഡിഡക്ഷൻ കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്. ഞാനൊരു 1000 രൂപ SPFലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 1000 രൂപ എനിക്ക് 80C എന്ന് പറഞ്ഞുകൊണ്ട് ഡിഡക്ട് ചെയ്യും. ഓക്കെ, ഇനി എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. ഇവിടുത്തെ എംപ്ലോയർ ആരാ? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിന്റെ എംപ്ലോയർ ആരാ? ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് എംപ്ലോയി അല്ലേ പറയണേ? സോ ഗവൺമെന്റ് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ അത് എത്ര പെർസെന്റേജ് ആയിക്കോട്ടെ, ഫുള്ളി എക്സംപ്റ്റഡ്. എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ടാക്സ് കൊടുക്കണ്ട. അപ്പൊ എത്ര ശതമാനം ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും ഇൻകം ടാക്സ് കൊടുക്കണ്ട. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ അക്യുമുലേറ്റഡ് ബാലൻസ്. അതുവരെയുള്ള ബാലൻസുമേ വരുന്ന ചാർജ് SPF ആണെങ്കിൽ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ഫുള്ളി എക്സംപ്റ്റഡ്. ഒറ്റ എമൗണ്ട് പൈസ കൊടുക്കണ്ട. അപ്പൊ ഇവിടുത്തെ ടാക്സബിലിറ്റി എന്ത് മാത്രമേ ഉള്ളൂ? ഒന്നും വന്നിട്ടില്ല അല്ലെ? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണതിന് 80C കിട്ടും. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എക്സംപ്റ്റഡ് ആണ്. ഇൻട്രസ്റ്റും എക്സംപ്റ്റഡ് ആണ്. രണ്ടാമത്തെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. തൽക്കാലം അതവിടെ നിൽക്കട്ടെ, കാരണം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. മിസ് അടുത്ത് ലാസ്റ്റ് എടുത്തരാം കേട്ടോ. നെക്സ്റ്റ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. എന്ത് പ്രൊവിഡന്റ് ഫണ്ടാ? ദ പ്രൊവിഡന്റ് ഫണ്ട് വിച്ച് ഈസ് നോട്ട് യെറ്റ് റെക്കഗ്നൈസ്ഡ് ബൈ ദി കമ്മീഷണർ. ഇതുവരെ റെക്കഗ്നേഷൻ കിട്ടാത്തതാണ്. അതുകൊണ്ട് തന്നെ നോട്ട് എലിജിബിൾ ഫോർ 80C. എന്ത് കിട്ടില്ല? 80C കിട്ടില്ല. ഏതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത? അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമുണ്ട്. അൺറെക്കഗ്നൈസ്ഡ് എന്ന് പറയുമ്പോൾ റെക്കഗ്നേഷൻ ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് 80Cയുടെ ഡിഡക്ഷൻ കിട്ടില്ല. അടുത്തത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണ്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ബിസിനസ് കമ്പനികള് അവര് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടാവല്ലോ. ദാറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. എന്ത് ചെയ്യണ്ട? ഒറ്റ എമൗണ്ടും ടാക്സ് കൊടുക്കണ്ട. അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ അക്യുമുലേറ്റഡ് ബാലൻസ്. ദാറ്റ് ഈസ് ഓൾസോ ഫുള്ളി എക്സംപ്റ്റഡ്. അപ്പൊ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള
എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എക്സംപ്റ്റഡ് ആണ്, അക്യുമുലേറ്റഡ് ബാലൻസിന്റെ ഇൻട്രസ്റ്റും എക്സംപ്റ്റഡ് ആണ്. ഒരേ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത് എന്താ, റെക്കഗ്നീഷൻ ഇല്ലാത്ത പ്രൊവിഡന്റ് ഫണ്ട് ആയതുകൊണ്ട് 80C കിട്ടില്ല. ഓക്കെ, then the last one is public provident fund eligible for 80C. എന്ത് കിട്ടും? 80C. ഇതുപോലെ തന്നെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഇപ്പൊ ഞാനൊരു സാധാരണക്കാരനാണ്, SBIയിൽ ഞാനൊരു പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മാസം 1000 രൂപ ഇടുന്നുണ്ടെങ്കിൽ ആ 1000 രൂപയ്ക്ക് എനിക്ക് 80Cയിൽ എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. ഇനി എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അതെങ്ങനെയായിരിക്കും? ബുദ്ധൂസുകളെ എക്സംപ്റ്റഡ് അല്ല. ഉണ്ടോ നമുക്ക്? ഞാൻ എന്താ പഠിപ്പിച്ചേ? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ആർക്ക് വേണ്ടിയുള്ളതാ? സെൽഫ് എംപ്ലോയിഡ് പീപ്പിളിനുള്ളതാ അല്ലെ? സ്വയം ജോലി ചെയ്യുന്നവർക്കുള്ള. അവർക്ക് എംപ്ലോയർ ഉണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. അവർക്ക് ഈ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള റൈറ്റും ഉണ്ടാവില്ല, കാരണം അവർക്ക് എംപ്ലോയർ ഇല്ല. ഇനി മൂന്നാമത്തെ ഇൻട്രസ്റ്റ് ഓൺ അക്യുമുലേറ്റഡ് ബാലൻസ് ഫുള്ളി എക്സംപ്റ്റഡ്. നമ്മുടെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ബാങ്കില് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് അതും എത്ര രൂപ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്താലും ദാറ്റ് എമൗണ്ട് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. ഓക്കെ, ഇനി മിസ് നേരത്തെ പറയാൻ വിട്ടത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ ഇവിടെ നമുക്ക് 80C കിട്ടാൻ എലിജിബിൾ ആണ്. ഇനി ടാക്സബിലിറ്റി, എംപ്ലോയർ കോൺട്രിബ്യൂഷന് വരുന്ന ടാക്സബിലിറ്റി ശ്രദ്ധിച്ചിരിക്കുക. അപ് ടു 12% ഓഫ് സാലറി ഈസ് എക്സംപ്റ്റഡ്. എംപ്ലോയിയുടെ സാലറിയുടെ 12% വരെയുള്ള കോൺട്രിബ്യൂഷൻ എക്സംപ്റ്റഡ് ആണ്. അതിൽ കൂടുന്നുണ്ടെങ്കിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, എക്സസ് ടാക്സബിൾ. എംപ്ലോയിയുടെ സാലറിയുടെ ഇപ്പൊ നമ്മള് 9% എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. 12% കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാലും ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. 13% കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാലോ 12% വരെ എക്സംഷൻ കൊടുക്കുക. എക്സസ് വന്നേക്കണ 1%-ന് ടാക്സ് കൊടുക്കുക. ഇതാണ് ടാക്സബിലിറ്റിക്ക് ഇത്തിരി പഠിക്കാനുള്ളത്, ഇതിന് മാത്രമേ ഉള്ളൂ. ഇനി ഇൻട്രസ്റ്റ് ഓൺ അക്യുമുലേറ്റഡ് ബാലൻസ്. അക്യുമുലേറ്റഡ് ബാലൻസിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിന്റെ റേറ്റ് അപ് ടു 9.5% എക്സംപ്റ്റ്. അതായത് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് 9.5% വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ എക്സംപ്റ്റഡ് ആണ്. എക്സസ് വിൽ ബി ടാക്സബിൾ. ഓക്കെ, അപ്പൊ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. SPF, URPF, PPF ആണെങ്കിൽ ഒന്നുമില്ല, എന്ത് തന്നാലും എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ മതി. RPF ആണെങ്കിൽ മാത്രം 12% എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 12% വരെ എക്സംഷൻ കൊടുക്കുക, ബാലൻസ് ടാക്സബിൾ ആക്കുക. ഇൻട്രസ്റ്റ് 9.5% വരെ എക്സംഷൻ കൊടുക്കുക, ബാലൻസ് ടാക്സബിൾ ആക്കുക. ഇനി ഒരു ഔട്ട്ലൈൻ നോക്കി നിങ്ങള്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ SPF 80C, RPF 80C, PPF 80C. 80C കിട്ടാത്തത് ഏതിന് മാത്രമേ ഉള്ളൂ? URPF മാത്രം 80C കിട്ടില്ല. അപ്പൊ ഇവിടെ മാത്രമേ പ്രത്യേകതയുള്ളൂ. ഓക്കെ, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എക്സംപ്റ്റഡ് ഫോർ SPF, എക്സംപ്റ്റഡ് ഫോർ URPF, exempted but not applicable for PPF. So only difference is in the case of RPF. In the difference up to 12% exempted, excess will be taxable. The next interest on accumulated balance for SPF it is exempted, URPF exempted, PPF exempted. And only in case of RPF up to 9.5% is exempted, excess will be taxable. Okay, clear ആയെന്ന് കരുതണോ? ഇതാണ് ടാക്സബിലിറ്റി ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മള് എന്താ പറയാ 12% ഓഫ് സാലറി, സാലറിയുടെ ഓരോ പെർസെന്റേജ് ആണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ. ഇവിടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടോട്ടൽ സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഐറ്റംസ് മിസ് ഡയഗ്രത്തിൽ പറഞ്ഞു. ബേസിക് സാലറി, ഫീസ്, ബോണസ്, കമ്മീഷൻ, അലവൻസ്, പെർക്വിസിറ്റി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ
ഓരോ ഇൻഡിവിജ്വൽ ഐറ്റം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദ വേർഡ് സാലറി വിൽ ബി ഡിഫറെന്റ്. ഓക്കെ, ഇപ്പൊ മിസ് PF എടുക്കുന്ന സാലറി ആവില്ല ഏതിനെടുക്കുന്നത്, ഗ്രാറ്റുവിറ്റിക്ക് എടുക്കുന്നത്. ഗ്രാറ്റുവിറ്റിക്ക് എടുക്കുന്ന സാലറി ആവില്ല എന്റർടൈൻമെന്റ് അലവൻസിന് എടുക്കുന്നത്. അപ്പൊ ആ സാലറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഓരോന്നിനും മാറി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എടുത്ത് പഠിക്കണം. ഒരു വ്യക്തിയുടെ 12% എന്ന് പറയുമ്പോൾ എന്തിന്റെ 12%? ബേസിക് സാലറിയുടെ മാത്രമാണോ, അലവൻസും കൂടി കൂടിയിട്ടുള്ളതാണോ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സാലറി ഫോർ പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ടിന് എടുക്കേണ്ട സാലറി മിസ് ഇവിടെ എഴുതാൻ ശ്രദ്ധിച്ചിരിക്കുക. 1 ബേസിക് സാലറി. എന്തെടുക്കണം? ഒരു വ്യക്തിയുടെ ബേസിക് സാലറി എത്രയാണോ അതെടുക്കാം. രണ്ടാമത് DP എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് മിസ് ഡീറ്റെയിൽസ് എഴുതാം. ഡിയർനെസ് പേ. എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു അലവൻസ് ആണ് ഡിയർനെസ് പേ. ഡിയർനെസ് പേ എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടും ബേസിക് സാലറിയുടെ കൂടെ ആഡ് ചെയ്യുക. ഇനി പ്ലസ് ഡിയർനെസ് അലവൻസ്. അത് എപ്പോഴും എഴുതണ്ട, എല്ലായ്പ്പോഴും എടുക്കണ്ട. ഇഫ് enters into pay. എങ്ങനെയാണെങ്കിൽ മാത്രം അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പ്രോബ്ലത്തിൽ എടുത്ത് പറയും. എംപ്ലോയർ പ്രൊവൈഡ്സ് ഇത്ര ഡിയർനെസ് അലവൻസ്, അത് ഇറ്റ് enters into pay അങ്ങനെ പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിയർനെസ് അലവൻസ് എടുക്കണ്ടൂ. പ്ലസ് ഒരൈറ്റം കൂടി ഉണ്ട്, കമ്മീഷൻ. എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എംപ്ലോയിക്ക് കിട്ടുന്ന കമ്മീഷൻ. അതെല്ലാം കമ്മീഷൻ എടുക്കരുത്. കമ്മീഷൻ ഓൺ ഫിക്സഡ് ടേൺ ഓവർ ബേസിസ്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എംപ്ലോയിക്ക് കമ്മീഷൻ കൊടുക്കണമെങ്കിൽ ആ കമ്മീഷനും ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. എന്താ ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ 1 ലക്ഷം രൂപ ടേൺ ഓവർ നടത്തി തരികയാണെങ്കിൽ 2% കമ്മീഷൻ തരാം എന്ന് പറയില്ലേ? അപ്പൊ നമ്മൾ 1 ലക്ഷം ടേൺ ഓവർ എത്തിയ 1 ലക്ഷം ഇൻറ്റു 2/100 2000 രൂപ എനിക്ക് എന്ത് കിട്ടും? കമ്മീഷൻ കിട്ടും. അങ്ങനെ ടേൺ ഓവറിനെ ബേസ് ചെയ്ത് കൊടുക്കുന്ന കമ്മീഷൻ ആണെങ്കിൽ അതും നമുക്ക് സാലറിയിൽ എടുക്കാം. അപ്പൊ ഈ പ്രൊവിഡന്റ് ഫണ്ടിന് ഈ 12% സാലറി എന്ന് പറയുമ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എടുക്കണം? ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് ഓൺലി ഇഫ് enters into pay. അങ്ങനെ പേയുടെ ഭാഗം ആവണമെന്ന് പറഞ്ഞാൽ മാത്രം ഡിയർനെസ് അലവൻസ് എടുക്കുക. പ്ലസ് കമ്മീഷൻ ഓൺ ഫിക്സഡ് ടേൺ ഓവർ ബേസിസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രൊവിഡന്റ് ഫണ്ടിന്റെ പോർഷനില് ഒരു ചെറിയ ടോപ്പിക് കൂടി എടുത്തിട്ട് മിസ് നിർത്താൻ, അതും കൂടി ഉള്ളൂ. 2 മാർക്കിന് എങ്ങാൻ ചോദിക്കാനുള്ളതാണ് ട്രാൻസ്ഫേർഡ് ബാലൻസ്. ഇത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. വാട്ട് ഡു യു മീൻ ബൈ ട്രാൻസ്ഫേർഡ് ബാലൻസ്? ട്രാൻസ്ഫേർഡ് ബാലൻസ് ആണ് ഒന്നുമില്ല, നമ്മളോട് URPF അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്താന്ന് പറഞ്ഞേ? ദ പ്രൊവിഡന്റ് ഫണ്ട് വിച്ച് ഈസ് നോട്ട് യെറ്റ് റെക്കഗ്നൈസ്ഡ് ബൈ ദി കമ്മീഷണർ. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി റെക്കഗ്നേഷൻ കൊടുത്തത്. അപ്പൊ ചില നിയമങ്ങൾ കംപ്ലൈ ചെയ്യാണ്ട് വരുമ്പോഴാണ് അംഗീകാരം ഇതുവരെ കൊടുക്കാത്തത്. അപ്പൊ എപ്പോഴാണോ ഈ പറഞ്ഞ എല്ലാ ഫോർമാലിറ്റീസും കമ്പനികൾ കീപ്പ് ചെയ്യണത്, അപ്പോ ദ കമ്മീഷണർ വിൽ ഗീവ് റെക്കഗ്നിഷൻ ടു ദി അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. എപ്പോ വേണമെങ്കിലും അതിനെ റെക്കഗ്നിഷൻ കൊടുക്കാം. അങ്ങനെ റെക്കഗ്നിഷൻ കൊടുത്താൽ ഫ്രം ദാറ്റ് മൊമെന്റ് ഓൺവേർഡ്സ് URPF ബിക്കംസ് RPF. ആ മൊമെന്റ് തുടങ്ങി URPF RPF ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോ അതുവരെ URPF ഉണ്ടായിരുന്ന ബാലൻസിന് എമൗണ്ടിനെ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? RPF ട്രാൻസ്ഫർ ചെയ്യും. That amount is called transferred balance. That is the amount transferred from URPF to RPF is called transferred balance. Clear ആയോ? ഇത്രയുള്ളൂ പ്രൊവിഡന്റ് ഫണ്ടിനെ പറ്റി പഠിക്കാൻ. ആദ്യം എന്താണ് പ്രൊവിഡന്റ് ഫണ്ട് തിയറി പഠിക്കുക. അതിന്റെ 4 ടൈപ്പ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ പ്രത്യേകതകൾ പഠിക്കുക. ഇനി അത് 4ന്റെയും ടാക്സബിലിറ്റി പഠിക്കുക. ദെൻ അതിന്റെ സാലറി എന്താണ്, then what do you mean by transferred balance? ഇനി അടുത്തായിട്ട് അലവൻസ് പെരക്കൊക്കെ ഫോർത്ത് കമ്മിങ് ക്ലാസ്സസിൽ പറയാം.